ഡോക്ടർ ജയരാജ്, ഇപ്പോ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ശബരിമലയെ കുറിച്ചൊരു സ്നേഹം? ഇത്രയും കാലം സർക്കാർ ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള താല്പര്യം എത്രയാണ് എന്നുള്ളത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. നിയമസഭയിൽ കൊടുത്ത മറുപടി അനുസരിച്ച് 2011-2012 മുതൽ ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി, അതായത് ഈ 14 വർഷം കൊണ്ട് ചെലവിട്ടിരിക്കുന്നത് 148 കോടി 50 ലക്ഷം രൂപ മാത്രമാണ്. സർക്കാരിന്റെ PR ബിസിനസ്സുകൾക്ക് പോലും ഇതിനേക്കാൾ കൂടുതൽ തുക വർഷാവർഷം ചെലവാക്കുന്നുണ്ട്. ഇതാണോ ശബരിമലയോടുള്ള താല്പര്യം? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശബരിമലയിൽ നിന്ന് വരുന്ന വരുമാനം കുറവുള്ള ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡ് സെൻട്രലൈസ് ചെയ്തിട്ട് അന്തിത്തിരി കൊളുത്താൻ പോലും പണമില്ലാത്ത ക്ഷേത്രങ്ങളിലേക്ക് അവിടുത്തെ പൂജാരികൾക്കും ഒക്കെ ശമ്പളം കൊടുക്കുകയും അവിടുത്തെ മറ്റുള്ള ആളുകൾക്കൊക്കെ, അവിടുത്തെ കഴകക്കാരനും അവിടുത്തെ മറ്റ് സ്റ്റാഫുകൾക്കും ഒക്കെ ശമ്പളം കൊടുക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ടെന്നുള്ളത് വാസ്തവമാണ്. ശബരിമലയിൽ മാത്രം ഉപയോഗിച്ചേക്കുന്ന പണത്തിന്റെ കണക്കായിരിക്കും 2011 തൊട്ട് 12 വരെയുള്ള ഈ കണക്ക് പറഞ്ഞത്. അങ്ങനെ ചെയ്താൽ പോരല്ലോ. ഈ ശബരിമലയുടെ ശബരിപാതയുമായിട്ട് ആഗോള തീർത്ഥാടക കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്ന ശബരിമലയുടെ വികസനത്തിന് ചെലവിട്ടതാണ് 148 കോടി. ഈ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും അതിൻ്റെതായ സമയത്ത് നടക്കും. ആ പറഞ്ഞതുപോലെയാണ് ഇത്തരം ഒരു ആഗോള സമ്മിറ്റ് നടത്തിയിട്ട് ഇതിനകത്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെ അല്ലാതെ കേന്ദ്രം കേരളത്തിന് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് വെച്ചിരിക്കുകയാണ്, മുറുക്കി വെച്ചിരിക്കുകയാണ് എല്ലാ രീതിയിലേക്കും. നമ്മുടെ ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം എടുത്തു കൊടുത്തു, അതിന്റെ പൈസ കൊടുത്തത് കേരള ഗവൺമെന്റ് ആണ്. ഇനി റെയിൽവേ വികസനത്തിനും ശബരിപാതയ്ക്കും കേരള ഗവൺമെന്റ് പണം എടുത്തു കൊടുക്കണമെന്ന് പറയുന്നത് കേരളത്തിന് ഇരുട്ടടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിനെ കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യത്തിൽ വികസന കാര്യങ്ങളിൽ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. ഈ ശബരിമലയിൽ തന്നെ സ്വർണം കെട്ടിക്കൊടുത്തത് സമർപ്പിച്ചതല്ലേ, ഒരു ഭക്തൻ സമർപ്പിച്ചതല്ലേ. ഈ പറഞ്ഞ 18-ാം പടി സ്വർണം പൂശിയത് ആ ഭക്തൻ ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ നേരത്തെ കാണിച്ച തന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദം, തന്ത്രിയുടെ കേസ്, അതിന്റെ കാര്യമല്ല. സമ്മിറ്റുകളാണ് എന്ന് വിളിച്ച അതേ തന്ത്രിയെ കൊണ്ടുവന്ന് പമ്പയിൽ നിലവിളക്ക് കൊളുത്തിച്ച മുഖ്യമന്ത്രിയുടെ മാറ്റമാണ് അത്ഭുതകരം. ഡോക്ടർ ജയരാജ്, 14 വർഷം കൊണ്ട് 148 കോടി മാത്രം മുടക്കിയ ശബരിമലയുടെ വികസനത്തിന് ഇതാ ഇപ്പോൾ ഞങ്ങൾ കോടികൾ ഒഴുക്കാൻ പോകുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മനോഗതിയാണ് അത്ഭുതകരം. ഡോക്ടർ ജയരാജ്, ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അത് സ്റ്റേറ്റ് എക്സ്ചക്കറിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. ആഗോള ആളുകളെ സമീപിക്കുകയും അവിടെയുള്ള ഇന്ത്യൻ ഡയസ്പോറയിൽ നിന്ന് ഫണ്ട് കൊണ്ടുവരും, അങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടാക്കി അവിടെ ഈ പറഞ്ഞ കണക്കോലെ വിമാനത്താവളം ഉണ്ടാക്കും, വൈഷ്ണവദേവി ടെമ്പിൾ പോലെ അവിടെ വിമാനത്തിൽ വന്നിറങ്ങാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് വികസനം നടപ്പിലാക്കി അതുവഴി കേരളത്തിന്റെ സമഗ്രമായ വികസനം, ടൂറിസം നടപ്പിലാക്കുകയും ഫെയ്ത്ത് അതുപോലെ തന്നെ നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ സമഗ്രമായ ഒരു വികസനമാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ അർത്ഥത്തിലും. എല്ലാ അർത്ഥത്തിലും എല്ലാ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തെ ഈ സർക്കാരിന്റെ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ. അവസാനം വന്നിട്ട് എല്ലാത്തിനും കല്ലിട്ടിട്ട് ഇതിനെല്ലാം കല്ലിട്ടിട്ട് പോയതാണെന്ന് പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ക്രിയാത്മകമായി എന്തെങ്കിലും ചർച്ചയിലൂടെ തിരിഞ്ഞ്. പന്തളത്തെ ജനബാഹുല്യം കണ്ട് അന്തം വിട്ടിട്ടാണോ ചർച്ചയിൽ പങ്കെടുക്കേണ്ട എന്ന് CPM തീരുമാനിച്ചിട്ടുണ്ടാവും? അതുപോലെ ഇപ്പൊ നിജേഷ് ഇവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പിണറായി വിജയൻ ഭക്തനാണ് എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം അതേ രീതിയിൽ നിൽക്കുകയാണ്. മത്തായി ചാക്കോ വിശ്വാസിയായിരുന്നു എന്ന് പറഞ്ഞ ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച പിണറായി വിജയൻ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശത്തോട് ഇപ്പോഴും മൗനം പാലിക്കുന്നതെന്ന്? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. അതിനകത്ത് MA ബേബി സഹ പ്രതികരിച്ചിട്ടുണ്ടല്ലോ വളരെ വ്യക്തമായ ഭാഷയിൽ. പിണറായി വിജയൻ ആരാണെന്ന് എനിക്കറിയാവുന്ന രീതിയിൽ MA ബേബിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അത് ശബരിമലയിലെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയേണ്ടുന്ന കാര്യമില്ല. ആവശ്യത്തിന് പത്രലേഖകരെ കാണുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ സെക്രട്ടറിയാണ് MA ബേബി. അതാദ്യം മനസ്സിലാക്കൂ, പാർട്ടിയുടെ ഘടന മനസ്സിലാക്കൂ. എന്നിട്ട് അദ്ദേഹം തന്നെ വന്ന് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ DYFI തിരുത്തുന്നുണ്ട്. മത്തായി ചാക്കോ വിശ്വാസിയാണ് എന്ന് പറഞ്ഞ ഒരു ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചയാളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് എന്തേ വെള്ളാപ്പള്ളി നടേശന് മറുപടി കൊടുക്കാൻ നാവ് പൊന്താത്തത്? രണ്ട് കോണ്ടെക്സ്റ്റ് ആണ്. അതിന്റെ വികാരപരമായിട്ടുള്ള സിറ്റുവേഷനും വേറെയാണ്. ഒരാൾ സതുദ്ദേശത്തോടു കൂടി പറയുന്നതും ഒരാൾ ദുരുദ്ദേശത്തോടു കൂടി പറയുന്നതും അത് രണ്ടാണ്.
ഓഹോ അത് തിരുത്തപ്പെടേണ്ടുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളാപ്പള്ളി നടേശനെ ആണെങ്കിലും തിരുത്തിയിട്ടുണ്ട്. അതായത് ചില ബിഷപ്പ് കാര്യങ്ങളിൽ പറഞ്ഞത് അതിശക്തമായ മറുപടി ദുരുദ്ദേശത്തോടു കൊടുത്തിട്ടുണ്ട്. കൂടിയായിരുന്നു. വെള്ളാപ്പള്ളി അത് നടേശൻ പറഞ്ഞത് വെള്ളാപ്പള്ളി സതുദ്ദേശത്തോടു നടേശൻ കൂടിയാണ്. അതാണോ CPM-ന്റെ നിലപാട്? എന്നല്ലല്ലോ, വളരെ കൃത്യമായിട്ട് MA ബേബി വളരെ കൃത്യമായിട്ട് മറുപടി നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. അതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. ഈസി ആയല്ലോ, അപ്പൊ എല്ലാം ഈസി ആയല്ലോ. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറ. ഒരു ആഗോള സമ്മിറ്റ് നടത്തുക. ആ ആഗോള സമ്മിറ്റോടുകൂടി കേരളത്തിന്റെ മതേതര സ്വഭാവം ലോകം മുഴുവനുള്ള ഇന്ത്യക്കാരെ അറിയിക്കുക. അതുവഴി അവിടെയുള്ള ഭക്തജനങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കുക. ആ ഡെവലപ്മെന്റ് വരുന്നതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ ഡെവലപ്മെന്റും സാധ്യമാകുക. അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യുക. ഇതൊക്കെയാണ്. ശ്രീ ശങ്കുട്ടിദാസ്, അതിന്റെ സമയത്തിനെ കുറിച്ചല്ല, അതിന്റെ സമയത്തിനെ കുറിച്ചല്ല. വിമാനത്താവളം ഇങ്ങനെ പലതിനോടും കേന്ദ്രം മുഖം തിരിച്ചു നിൽക്കുമ്പോൾ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഇതൊക്കെ നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ഈ സംഗമത്തിലൂടെ ശ്രമിക്കുന്നത്. ഇന്നത്തെ കണക്കൂട്ടൽ പ്രകാരം ആ പദ്ധതിക്ക് ചെലവ് വരുന്നത് 3800 കോടി രൂപയാണ്. അതിന്റെ പകുതി വഹിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ മിനിസ്ട്രി അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ അപ്പത്തി കൊണ്ട് ആ കാര്യത്തിലുള്ള താല്പര്യക്കുറവ് കൊണ്ടാണ് ശബരി റെയിൽപാത ഇതുവരെയായിട്ട് നടക്കാതിരുന്നത്. അങ്ങനെ പറയരുത്, പിന്നെ എങ്ങനെ പറയണം? ഇത് മാത്രമല്ല, ശബരിമലയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ തന്ന കോടികൾ ഉപയോഗിക്കാണ്ട് തിരിച്ചയച്ചിട്ടുള്ള അനുഭവം ശബരിമലയിലുണ്ട്. ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രകാരം ശബരിമലയുടെ 2ാം ഘട്ട വികസനത്തിന് 2050 വരെ വേണ്ടത് 1300 കോടി രൂപയാണ്. ഈ 1300 കോടി രൂപ തങ്ങൾക്ക് സ്വന്തം നിലയിൽ റേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിക്ഷേപകരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അയ്യപ്പ ഭക്ത സംഗമം എന്നുള്ള പേരിൽ ഈ നിക്ഷേപക സംഗമം സംഘടിപ്പിക്കുന്നത്. ഇവിടെ നോക്കൂ, 7 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ഒരു വലിയ സംഗമം നടത്തിയെന്ന് പറഞ്ഞു. അവിടെ വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം നമുക്കറിയാം. ഗോവിന്ദമാഷ് പറയുന്നത് അതൊക്കെ AI ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എണ്ണം എടുത്തപ്പോൾ അവിടെ കണ്ടത് 463 ആളുകളെയാണ്. നമ്മളിതിനെ ഒന്ന് ഹരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മുകളിൽ 1,51,000 രൂപ ചെലവ് നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു വിശാല സംഗമം നടത്തിയത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. എന്നാൽ ഇവിടെ വന്ന പ്രതിനിധികൾ നോക്കൂ, അവിടെ വന്നതിൽ ഒരാൾ പോലും ഈ സംഗമത്തിൽ വന്നിട്ടില്ലെങ്കിൽ നാളെ തൊട്ട് നിങ്ങളെ തൊഴിലുറപ്പിന് വിളിക്കില്ല എന്ന് പേടിച്ചിട്ട് വന്നവരല്ല. അവിടെ വന്നതിൽ ഒരാൾ പോലും 500 രൂപയും ബിരിയാണി കിറ്റും കിട്ടും എന്ന് പ്രതീക്ഷിച്ച് വന്നവരല്ല. അവരുടെ ആരുടെയെങ്കിലും ബന്ധുക്കൾ സഹകരണ സംഘത്തിലോ സഹകരണ ആശുപത്രിയിലോ മറ്റു സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നുണ്ട്, വന്നിട്ടില്ലെങ്കിൽ അവർക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാവുന്നത് പേടിച്ച് വന്നവരല്ല. അവരെല്ലാവരും സ്വയം പ്രേരിതരായിട്ട് വന്നവരാണ്. ഇതൊരു നടത്തു പോണ മാതിരില്ല. പക്ഷെ അങ്ങനെ പറയരുത് ശ്രീ ശങ്കുട്ടിദാസ്. കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയതനുസരിച്ചാണെങ്കിൽ 4126 പേര് പങ്കെടുത്തു. അമേരിക്ക, കാനഡ, ശ്രീലങ്ക, പിന്നെ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും വടക്കിഴക്കുന്ന് അസം അടക്കം എല്ലായിടത്തു നിന്നുമുള്ള ഭക്തരുടെ എണ്ണത്തിന്റെ പട്ടിക വാസവൻ മന്ത്രി വായിച്ചിരുന്നു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഇങ്ങനെയാണെങ്കിൽ കുറെ പേരെങ്കിലും അദൃശ്യരായിരുന്നിരിക്കും എന്ന് വേണം ഞാൻ മനസ്സിലാക്കുന്നത്. പിണറായി വിജയൻ പങ്കെടുത്തിട്ടുള്ള പൊതുസമ്മേളനത്തിന്റെ പോലും വേദിയിൽ 3/4 ഭാഗത്തോളം ചെയറുകൾ ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതാണ് ബഹുഭൂരിപക്ഷം മലയാളികളും ആ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വൽസ് കണ്ടിട്ടുള്ള ആളുകൾ മുഴുവൻ കണ്ടത്. ഇനി അതെങ്ങനെയാണ് ഈ പറയുന്നത് പോലെ AI ആണോ മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യ കൊണ്ട് മഹാവിജയമായിട്ടൊരു സംഭവത്തെ ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ എല്ലാവരും കൂടി സംഘടിതമായിട്ട് ചുരുക്കിയതാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടു, കേന്ദ്ര സർക്കാർ സാമ്പത്തികമായിട്ട് ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് സംസ്ഥാനത്തിന് വേറെ നിവൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് നിക്ഷേപകരുടെ അടുത്ത് പൈസ മേടിക്കാൻ നിവൃത്തിയുള്ളൂ എന്ന്. അതല്ലെങ്കിലും ശബരിമല വികസനത്തിന് കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കേണ്ട ആവശ്യം എന്താണ്? ശബരിമലയുടെ വരുമാനം പോലെ. കഴിഞ്ഞ വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് 460 കോടി രൂപയാണ്. അതിന് മുമ്പത്തെ വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് 370 കോടി രൂപയാണ്. അതിന് മുൻപത്തെ വർഷത്തിലെ വരുമാനം എന്ന് പറയുന്നത് 300-400 കോടിക്ക് ഇടയിലാണ്. അതായത് ശബരിമല 3 തീർത്ഥാടന കാലത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് 1300 കോടിക്ക് അടുത്താണ്. ശബരിമലയിലെ 3 കൊല്ലത്തെ വരുമാനം മാത്രം മതിയാവും ഈ പറയുന്ന 2050 വരെയുള്ള ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ. എന്നാൽ ശബരിമലയിലെ വരുമാനം ഒരിക്കലും ശബരിമലയിൽ ഉപയോഗിക്കപ്പെടുന്നില്ല. ഏതോ അന്തിത്തിരി കൊളുത്താൻ കഴിയാത്ത സാങ്കല്പിക ക്ഷേത്രങ്ങളിലേക്കാണ് പോകുന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. അത് ഏതാണ് ആ ക്ഷേത്രം എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ നമ്മൾ വിശ്വസിക്കൂല. ഞങ്ങളുടെ നാട്ടിലൊക്കെ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഭക്തര് സ്വന്തം നിലയിൽ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അമ്പലത്തിന്റെ പുനരുദ്ധാരണം നടത്തി അവിടെ പൂജാരിയെ വെച്ച് അവസാനം അമ്പലം ഒന്ന് അഭിവൃദ്ധിപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ, അവിടെ നടവരവ് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴാണ് പെട്ടെന്ന് ഈ ടെമ്പിളിന്റെ പബ്ലിക് നേച്ചർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു ഭൂതം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ഈ ക്ഷേത്രം പിടിച്ചെടുക്കുകയും ചെയ്യുന്നത്.
അതല്ലാതെ അവിടെ വഴിപാട് നടത്താൻ ആളില്ലാത്ത സമയത്ത്, അവിടെ നടവരുമാനം ഇല്ലാത്ത സമയത്ത്, അന്ത്യത്തിന് കൊളുത്താൻ ഗതിയില്ലാത്ത സമയത്ത് ഒരു ദേവസ്വം ബോർഡ് ഒരു അമ്പലം സംരക്ഷിക്കുന്നത് കണ്ടിട്ടില്ല. ഇവരുടെ സാങ്കല്പിക രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവാം. ഈശ്വര ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. എന്തായാലും ശബരിമലയിലെ വരുമാനം കൊണ്ട് തന്നെ ശബരിമല മാസ്റ്റർ പ്ലാൻ നടത്താക്കാൻ സാധിക്കും. എന്നാൽ ശബരിമലയിലെ വരുമാനം ഒരിക്കലും ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.